ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്ക് പോവുകയാണ്, ബീച്ച് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി. അന്നേരം ഞാൻ അവിടെ ചെന്നിട്ട് അതെല്ലാം നിങ്ങളെ കൂടെ കാണിച്ചു തരാം കേട്ടോ. അന്നേരം നമ്മൾ ബീച്ചിൽ വന്നിട്ടുണ്ട്. നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഭയങ്കര വെയിലാണ്, അതുകൊണ്ടാണ് ഞാൻ തലയിൽ ഷോളൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ അപ്പൂസ് എന്താണ് കുതിരയുടെ പുറത്ത് കയറുവാണ് കേട്ടോ. അവന് ഞങ്ങൾ തിരിച്ച് വരുമ്പം കയറാമെന്ന് പറഞ്ഞിട്ട് അവൻ അന്നേരം തന്നെ കയറണമെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ, കാരണം നല്ല വെയിലല്ലേ. അന്നേരം കുതിര ഇടഞ്ഞൊക്കെ നിൽക്കുവാന്നോന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അന്നേരം അവന് പേടിയൊന്നുമില്ല. അവിടെ കയറി പോയിട്ട് ജസ്റ്റ് കണ്ട ആ മരത്തിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചിങ്ങി വരും. 100 രൂപയാണ് ഇതേ കയറുന്നതിന് കേട്ടോ. അങ്ങനെ വന്ന ഉടനെ അപ്പൂസിനെ കുതിരയിലൊക്കെ കയറ്റി. ഇത് കഴിഞ്ഞ് നമ്മൾ മറൈൻ വേൾഡിലോട്ടാണ് പോകുന്നത് കേട്ടോ. അന്നേരം നമുക്കിവിടെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 120 രൂപയാണ് ചാർജ് കേട്ടോ. അന്നേരം ഞങ്ങൾ 3 പേരേ വന്നിട്ടുള്ളൂ. ടിനോപ്പം വന്നിട്ടില്ല കേട്ടോ. അവൻ ഈയിടെ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോയതാണ്. അന്നേരം വിളിച്ചിട്ട് അവൻ വരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ 3 പേരും കൂടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര വെയിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ സമയത്ത് വന്നാലേ നല്ല രസമുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് പക്ഷേ രാവിലെ ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേന് 10 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ എല്ലാം കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേന് 4 മണിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ വേണ്ട അപ്പൂസ് കുതിരപ്പുറത്തൊക്കെ കയറി വന്ന് ഇറങ്ങുന്ന ഒരു സീനാണിത് കേട്ടോ. അങ്ങനെ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ കിട്ടിയിട്ട് ഇനി മുകളിലോട്ട് കയറുവാണ്. നമ്മൾ കയറി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും ഒക്കെയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് കേട്ടോ. അന്നേരം അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് മൃഗങ്ങളുടെ എല്ലാ മോഡലുകളും ഉണ്ട് ഇവിടെ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലാണെന്ന് തോന്നും കേട്ടോ. കണ്ടാൽ നല്ല തിരക്കാണിവിടെ. ഓരോ മൃഗങ്ങളും ഇവിടെ സൗണ്ട് വയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ. ആ രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. രസകരമായ ഒരു കാഴ്ചയാണിത് കേട്ടോ. ശരിക്കും ജീവനുണ്ടെന്ന് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ ഇത് ഓരോ മൃഗങ്ങളെയും കണ്ടിട്ട്. അന്നേരം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൂസൊക്കെ ഓടി നടന്നാണ് ഓരോന്നിനെയും പിടിച്ച് നോക്കുന്നത് കേട്ടോ, ഒറിജിനലാണോന്ന്. സൗണ്ട് ഉണ്ടാക്കി ചിരിക്കുന്നത് ഈ മൃഗമാണ് കേട്ടോ, ഒരെണ്ണം. ഇത് കാണ്ടാമൃഗത്തിൻ്റെ മോഡലാണ്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ചിരിക്കുന്ന സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലാണെന്ന് തോന്നും കേട്ടോ.
അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനെ വിവിധ തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അക്വേറിയത്തിൽ കേട്ടോ. എന്ത് രസമാണെന്നറിയാം ഇത് കാണാൻ. ഒരു ബ്ലൂ ലൈറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കടലിനടിയിൽ കൂടി പോകുന്ന ഒരു എഫക്റ്റായിരുന്നു നമുക്ക് ഇത് തരുന്നത് കേട്ടോ. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശരിക്കും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം പലതരത്തിലുള്ള മത്സ്യങ്ങൾ അക്വേറിയത്തിൽ കിടക്കുന്നത് നമുക്ക് കാണാം. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയെന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു മനുഷ്യൻ ഇതിൽ കിടപ്പുണ്ട് കേട്ടോ. വെള്ളത്തിനടിയിൽ അപ്പുറത്തും കിടപ്പുണ്ട്, ഒരാൾ ഇപ്പുറത്തും കിടപ്പുണ്ട്. ഒരു രസകരമായ കാഴ്ച തന്നെയായിരുന്നു അത് കേട്ടോ. നമുക്കെല്ലാം ഹായ് തരും കണ്ടോ. ഡ്രസ്സിനും ചേട്ടനും ഒക്കെ ഹായ് കൊടുക്കുന്നുണ്ടോ. വെള്ളത്തിനടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 120 രൂപ കൊടുത്ത് കയറുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇതിനകത്ത് കാണാനുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എന്തുമേണ്ടി മത്സ്യങ്ങളാണെന്ന് നോക്കിയാൽ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഒരു മനുഷ്യനുണ്ട് കേട്ടോ. 2 പേരുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും വെള്ളത്തിനടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു അക്വേറിയത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. നമ്മുടെ മുകളിലൂടെയും സൈഡിലൂടെയും ഒക്കെ ഒരുപാട് മീനുകളെ നമുക്ക് പല നിറത്തിലുള്ള മീനുകളെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശരിക്കും കടലിനുള്ളിൽ കൂടി പോകുന്ന ഒരു ഫീലായിരുന്നു നമുക്ക് കിട്ടുന്നത് ഇതിനുള്ളിൽ കൂടി പോകുമ്പോൾ കേട്ടോ. ഇവിടെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഒരു ബ്ലൂ ലൈറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് അവർ മുൻപോട്ട് ഇങ്ങനെ ആളെ നിന്ന് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്.
ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വീട്ടിലെ കൊച്ചും ഫാമിലിയാണ് കേട്ടോ. അന്നേരം അവിടെ വെച്ച് കണ്ടതാണ്. അന്നേരം അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അന്നേരം ഞങ്ങൾ അവിടെ വെച്ച് ഒന്നിച്ച് കണ്ടതാണ് കേട്ടോ. അന്നേരം കൊച്ചോടുന്ന വീഡിയോ ഒക്കെ ഞാനൊന്ന് എടുത്തതാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുട്ടികൾക്കായിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ. 3 മിനിറ്റിനുള്ളിൽ 5 മീനെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ കിടക്കുന്ന ടോയ്സൊക്കെയാണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. അന്നേരം കുറേ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഈ ഉച്ച സമയത്ത് ചെന്നുകൊണ്ട് അപ്പൂസ് ഇറങ്ങുന്നതിന് മുമ്പ് കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അവരിങ്ങ് കയറി. അന്നേരം അപ്പൂസ് ഇറങ്ങിയപ്പോഴത്തേന് പിള്ളേർ ആരുമില്ലായിരുന്നു. അന്നേരം അപ്പൂസിനെ കൊണ്ട് കഴിയുന്നത് പോലെ അപ്പൂസ് മീൻ പിടിക്കാൻ നോക്കുകയാണ്. പക്ഷേ കിട്ടത്തില്ല കേട്ടോ. ഭയങ്കര പാടാണ്. കാരണം കുഞ്ഞു മീനല്ലേ, ഓടി നടക്കുകയാണ്. കുറേ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് തട്ടുമ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഓടി എന്തെങ്കിലുമൊക്കെ കിട്ടിയേനെ. ഒന്നും കിട്ടിയില്ല കേട്ടോ. 30 രൂപയാണ്. 3 മിനിറ്റിനുള്ളിൽ തന്നെ പിടിക്കണം കേട്ടോ. അന്നേരം ഞാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞപ്പം പിള്ളേരുടെ സന്തോഷമല്ലേ. അന്നേരം അപ്പൂസ് ഇറങ്ങി മീൻ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ്. അന്നേരം ശരിക്കും നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. ഇത് കണ്ടോ, ഇനി അങ്ങോട്ട് പോകുമ്പോൾ പലതരം സാധനങ്ങളാണ് ഇവിടെയുള്ളത് കേട്ടോ. പലതരമെന്ന് പറഞ്ഞാൽ ഇത് പപ്പടമാണ്. പല വെറൈറ്റിയിലുള്ള പപ്പടങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അന്നേരം ഞങ്ങൾ കുറച്ച് പപ്പടമൊക്കെ മേടിച്ചു. ഇത് കണ്ടോ, പഴയ കാലത്തെ മിഠായികളാണ്. പണ്ടത്തെ പുളിമിഠായി, ഇഞ്ചിമിഠായി, അങ്ങനെ പല തരത്തിലുള്ള മിഠായി ഉണ്ടായിരുന്നു. ഒരു അപ്പൂസ് കുറേ മിഠായിയൊക്കെ ഇതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പഴയ കാലത്തെ ഒരു ഓർമ്മ തന്നെയാണ് ഈ മിഠായിയൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി മോളുമാണ്. അവിടെ വെച്ച് കണ്ടതാണ് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ചേച്ചി. ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അങ്ങനെ നമ്മൾ പുറത്തോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ഇവിടെയും ഗെയിമാണ് നടക്കുന്നത്. ഒരു ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 റിങ് എത്ര 50 രൂപയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ കുറച്ച് സോപ്പ്, ബൂസ്റ്റ്, അങ്ങനെ പൗഡർ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ ഈ ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിങ് എറിയുമ്പം ഏതിനകത്ത് വീഴുന്നു അത് നമുക്ക് കിട്ടും കേട്ടോ. അന്നേരം നമ്മുടെ അപ്പൂസ് കൂട്ടനെ എറിഞ്ഞപ്പോഴത്തേന് അവന് 2 ഫ്രൂട്ടി കിട്ടി. അതിനകത്ത് വീണ്. ചേട്ടനൊന്നും കിട്ടിയില്ല കേട്ടോ. അന്നേരം ഇവർ 2-3 പ്രാവശ്യം ഈ ഗെയിം കളിച്ച് ഞാൻ എറിയാൻ നിന്നില്ല കേട്ടോ. നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്നറിയാം. വെറുതെ എന്തിനാണ് പൈസ കളയുന്നതെന്ന് ഓർത്ത് കേട്ടോ. ഇങ്ങനെ നല്ല കുറേ ഗെയിമുകളുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള. അതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അന്നേരം കുറേ പേരിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിന് ചുറ്റിനും ഇങ്ങനെ നിൽക്കുവാണ് ആൾക്കാർ. അന്നേരം ഈ റിങ് എറിയുന്നത് അതിനകത്ത് വീഴുമ്പോഴാണ് നമുക്ക് ഏത് സാധനത്തിൻ്റെ അകത്താണ് വീഴുന്നത് അത് കിട്ടും കേട്ടോ. അങ്ങനെ അപ്പൂസിന് 2 ഇത് ഫ്രൂട്ടി കിട്ടിയിട്ടുണ്ട്. ബാക്കി പിന്നെയും ഇവർ 3 പ്രാവശ്യം എറിഞ്ഞു. 3 പ്രാവശ്യം റിങ്സ് മേടിച്ചിട്ട് എറിഞ്ഞ് നോക്കി. വേറെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. വെറുതെ പൈസ പോയി കിട്ടി. വേറെ ഒരു ഗെയിമും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾക്ക് ഒരു ചെടിച്ചട്ടിയാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ വന്നു. ഭയങ്കര വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര വെയിൽ. അപ്പൂസിന് കടലിൽ ഇറങ്ങണമെന്നും പറഞ്ഞ് ചേട്ടൻ കൊണ്ടുപോയി കടലിലൊക്കെ ഇറക്കുവാണ്. ഞാൻ പോയില്ല കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന എടുക്കുന്നു. ഞാൻ അവിടോട്ട് മാറി നിൽക്കുകയാണ് അവർ പോയപ്പം കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 120 രൂപ കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കയറിയപ്പോൾ ഒരുപാട് തരത്തിലുള്ള മീനുകളെ ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അന്നേരം നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വന്ന് കാണണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ജനുവരി 21 വരെ എങ്ങാണ്ട് ഇതുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരൊക്കെ വരിക, കാണുക. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ എന്ന ഒരു പ്രോബ്ലം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്ധ്യ സമയത്തൊക്കെ വരണം. അന്നേരം ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.